ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമുക്ക് നൊയ് കടല ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുകയാണ്. കംപ്ലീറ്റായിട്ട് വെള്ളം കംപ്ലീറ്റ് വാർന്ന് കിട്ടണം കേട്ടോ. രാവിലെ നമ്മൾ ഇത് കംപ്ലീറ്റായിട്ട് വെള്ളം വാർന്ന് ഒരു പ്ലേറ്റിലാണ് ഇങ്ങനെ വെതറി അങ്ങ് വയ്ക്കണം. ഒട്ടും വെള്ളം പാടില്ല. അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് ഞാൻ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് ആവശ്യമുള്ള സാധനം ഒരു 200 മില്ലി വെളിച്ചെണ്ണ വേണം, 1 സ്പൂൺ വറ്റൽ മുളകിൻ്റെ പൊടി വേണം കേട്ടോ, മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടി വേണം, 1/4 ടീസ്പൂൺ ഉപ്പ് വേണം, 2 വെളുത്തുള്ളി ചതച്ചെടുത്ത് വയ്ക്കണം, ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ വേണം കേട്ടോ. നമുക്ക് ആദ്യം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാം. എണ്ണ ചൂടായി ഇതിലേക്ക് നമ്മൾ ആദ്യം കറിവേപ്പില വറുത്ത് കോരി എടുത്ത് വയ്ക്കാം. ശകലം കറിവേപ്പില കിടപ്പുണ്ട്, കുഴപ്പമില്ല. എന്നിട്ട് വെളുത്തുള്ളി ഇടാം. അത് കഴിഞ്ഞിട്ട് ഈ കടലപ്പരിപ്പില്ലേ ഇത് സകലച്ചയിട്ട് നമുക്ക് നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരി എടുക്കണം. കണ്ടോ, ബ്രൗൺ കളറിൽ നന്നായിട്ട് മുരിഞ്ഞ് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് കോരി എടുത്ത് വയ്ക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരികയാണ്. നല്ല ക്രിസ്പിയായ ടേസ്റ്റിയായ നൊയ്ക്കടല തയ്യാറായി. ഇതിൽ യാതൊരു മായവും ചേർക്കാത്തതാണ് കേട്ടോ. കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തത്, പിന്നെ അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ശകലം ചേർത്തിട്ടുണ്ട്, ഉപ്പും പിന്നെ മുളക് പൊടിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, കറിവേപ്പിലയും മാത്രം ചേർത്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റിയായ ഒരു ഈവനിങ് സ്നാക്സാണ്. കുട്ടികൾക്ക് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.